Good morning, dear students. Our next topic is pointer to derived classes. Pointer is a data type that stores address of other data types. The pointer of base class pointing different object of different derived class. അപ്പോൾ pointer എന്ന് വെച്ചാൽ നമുക്ക് എന്തറിയാം, pointer എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് that can be used to store other variable address അല്ലേ. അപ്പോൾ പോയിന്റർ ഒരു ബേസ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന പോയിന്റർ പോയിൻറ്റിങ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ പോയിൻറ്റിങ് ചെയ്യുന്നു. അപ്പോൾ ബേസ് ക്ലാസ് പോയിന്റർ എപ്പോഴും എന്തിനെയാണ് പോയിൻറ്റ് ചെയ്യുന്നത്? ബേസ് ക്ലാസ് പോയിന്റർ ഓൾവേസ് പോയിൻറ്റിങ് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ്. ബേസ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന പോയിന്റർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അപ്രോച്ചസ് എന്തൊക്കെയാണ്. ഡിറൈവ്ഡ് ക്ലാസ് ഈസ് എ ക്ലാസ് വിച്ച് ടേക്ക് സം പ്രോപ്പർട്ടീസ് ഫ്രം ഇറ്റ്സ് ബേസ് ക്ലാസ്. എന്താണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ബേസ് ക്ലാസ്സിലുള്ള ചില പ്രോപ്പർട്ടീസുകളൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എ പോയിന്റർ ഓഫ് വൺ ക്ലാസ് ക്യാൻ പോയിന്റ് ടു അതർ ക്ലാസ്, ബട്ട് ക്ലാസസ് മസ്റ്റ് ബി എ ബേസ് ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ്, ദെൻ ഇറ്റ് ഈസ് പോസിബിൾ. ഇത് ഒരു ക്ലാസ്സിലുള്ള പോയിന്റർ മറ്റൊരു ക്ലാസ്സിലെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെന്തായിരിക്കണം? ഒരു ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും ആയിരിക്കും. അതല്ലാതെ രണ്ട് പ്രോഗ്രാം സെപ്പറേറ്റ് പ്രോഗ്രാമിൽ എഴുതുന്ന ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന പോയിന്ററിനെ മറ്റൊരു പ്രോഗ്രാമിലെ ക്ലാസ്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ക്ലാസ്സിലുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ടു ആക്സസ് ദി വേരിയബിൾ ഓഫ് ദി ബേസ് ക്ലാസ് പോയിന്റർ വിൽ ബി യൂസ്ഡ്. അപ്പോൾ ബേസ് ക്ലാസ്സിൻ്റെ വേരിയബിൾ ആക്സസ്, ദാറ്റ് മീൻസ് ബേസ് ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ബേസ് ക്ലാസ് പോയിന്റർ യൂസ് ചെയ്യും. സോ എ പോയിന്റർ ഈസ് ടൈപ്പ് ഓഫ് ബേസ് ക്ലാസ് ആൻഡ് ഇറ്റ് ക്യാൻ ആക്സസ് ഓൾ പബ്ലിക് ഫംഗ്ഷൻ ആൻഡ് വേരിയബിൾ ഓഫ് ബേസ് ക്ലാസ്. സിൻസ് പോയിന്റർ ഈസ് ഓഫ് ബേസ് ക്ലാസ് ഇറ്റ് ഈസ് നോൺ ആസ് ബൈൻഡിങ് പോയിന്റർ. ഒരു ബേസ് ക്ലാസ്സിലുള്ള പോയിന്ററിന് ആ ക്ലാസ്സിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിളിനെയും അതുപോലെ ഫംഗ്ഷൻസിനെയും പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെയും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ബൈൻഡിങ് പോയിന്റർ എന്ന്. In this pointer, base class is owned by base class but point to derived class object. അപ്പം ബേസ് ക്ലാസ്സിലുള്ള പോയിന്റർ ആ ബേസ് ക്ലാസ്സിൻ്റെ അകത്തുള്ള ഇൻസ്റ്റൻസിനെയും മെമ്പേഴ്സ് ഫങ്ഷൻസിനെയും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോഴും അത് കൂടാതെ ഇത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നു. സെയിം വർക്ക്സ് വിത്ത് ഡിറൈവ്ഡ് ക്ലാസ് പോയിന്റർ വാല്യൂസ് ചേഞ്ച്ഡ്. ഇതേ സെയിം വർക്ക്സ് തന്നെയായിരിക്കും ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ, പക്ഷേ വാല്യൂസ് മേ ബി ചേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ബേസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ഇൻ ബേസ് എന്ന് മാത്രമേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്, ക്ലാസ് ഡിറൈവ്ഡ് കോളൻ പബ്ലിക് ബേസ്. അതായത് ബേസ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് ഡിറൈവ്ഡ് എന്ന്. ഇവിടെ വോയിഡ് ഷോ ഉണ്ട്, അവിടെ ഡിറൈവ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇനി ഡിറൈവ്ഡ് x=10 എന്നും കൊടുത്തിരിക്കുന്നു, ഒരു കൺസ്ട്രക്ടറാണ്. ഇനി മെയിൻ മെത്തേഡിലേക്ക് പോകാം. ബേസ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ പറഞ്ഞു ബേസ് ക്ലാസ്സിലെ പോയിൻ്റർ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബേസ് ക്ലാസ്സിലെ പോയിൻ്റർ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബേസ് ക്ലാസ്സിനാണ് ഞാനൊരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് (BP). ഓക്കെ, കൂടാതെ ഒരു ചെറിയൊരു ഒബ്ജക്റ്റും കൂടി, നോർമലായിട്ടുള്ള ഒബ്ജക്റ്റും കൂടി ഉണ്ട് ബി. അപ്പോൾ ബേസ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു പോയിന്റർ വേരിയബിളും ഉണ്ട്, ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ബേസ് ക്ലാസ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന എന്തെന്നാണ് പറഞ്ഞത്? ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റിനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എന്താണ് നമ്മുടെ ബേസ് ക്ലാസ് പോയിന്റർ? BP =& D. എന്താ അങ്ങനെ വന്നത്? ബേസ് ക്ലാസ് പോയിൻ്റർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ BP =& D. ഇനി കോൾ ചെയ്യുകയാണ്. BP -arrow ഷോ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. കൂടാതെ എന്താണ് ഷോ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്ത് വരും? BP ഷോ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താണ് വരിക?
ഇവിടെ കൊടുക്കാം ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എക്സ്പ്ലനേഷൻ. എ ബേസ് ക്ലാസ് പോയിൻറ്റർ ക്യാൻ പോയിൻറ്റ് എ ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് ബട്ട് വി ക്യാൻ only access base class members or virtual function using the base class pointer because object slicing happen when a derived class object is assigned to a base class object. Additional attributes of derived class objects are sliced off to from the base class object. അപ്പോൾ ഇവിടെ നമ്മൾ BP-arrow show എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കാം. സി ഔട്ട് BP-X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പൈലർ എറർ ഇവിടെ ഒക്കോർ ചെയ്യുന്നു. എന്തുകൊണ്ട്? ബേസ് ക്ലാസിൻ്റെ പോയിൻറ്റർ വേരിയബിൾ എങ്ങോട്ടേക്ക്, ഏത് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? ബേസ് ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന വേരിയബിൾസിനെയും ഫങ്ഷൻസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസ് ക്ലാസ്സിൽ ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇൻ ബേസ് എന്നും. ദെൻ ഇവിടെ നോക്കുക, BP-X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇതിൻ്റെ അകത്തുള്ളതാണ്, ഡിറൈവ്ഡ് ക്ലാസ്സിലുള്ളതാണ്. ആ ഡിറൈവ്ഡ് ക്ലാസ്സിലെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് ബേസ് ക്ലാസ് പോയിൻറ്റർ വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ഡിറൈവ്ഡ് ക്ലാസ്. പോയിൻ്റ് ഔട്ട് ഇത് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ്, അതായത് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ ആ പോയിൻറ്റർ വേരിയബിൾ വെച്ച് നമുക്ക് ബേസ് ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ മെമ്പർ ഫംഗ്ഷനെയും കോൾ ചെയ്യാൻ പറ്റും. ബട്ട് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെയോ മെമ്പർ ഫംഗ്ഷൻസിനെയോ കോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഈ ഷോ എന്ന് പറയുന്ന മെത്തേഡിനെയും അതുപോലെ എന്താണ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് എടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് ഇത്രയും ഉള്ളൂ. ഡിറൈവ്ഡ് ഡി ഡോട്ട് ഷോ ഓഫ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഏതിനെ കിട്ടും? നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഡിറൈവ്ഡ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.